അപ്പോഴേ ഞങ്ങൾ എന്താ ചെയ്യണേന്നറിയാമോ? രാവിലെ തന്നെ എന്ത് ചെയ്യാന്നറിയാമോ? മുട്ട ഏത്തപ്പഴം പുഴുങ്ങി വെക്കും. വേറെ ഒന്നല്ലട്ടാ, നടക്കാൻ പോണ കുറേ ആൾക്കാരുണ്ട്. അവരെന്ത് ചെയ്യുമെന്നറിയാമോ? അവർക്ക് ഹെൽത്തി ഫുഡല്ലേ വേണ്ടത്. അപ്പം ഈ ഏത്തപ്പഴം പുഴുങ്ങിയത്, മുട്ട പുഴുങ്ങിയതൊക്കെ മേടിച്ച് കഴിക്കും. പിന്നെ നമ്മളുടെ ഇടയിലുള്ളത് അരിപ്പുട്ട്, ഗോതമ്പുട്ട്, ചെമ്പാവരിപ്പുട്ടാണ്ട. അപ്പം ആദ്യം ഞങ്ങൾ റാഗിപ്പുട്ടാണ് ഉണ്ടാക്കി. റാഗിപ്പുട്ട് ഉണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? അതില്ലേ ഭയങ്കര ഹാർഡാവും. അതിൽ പിന്നെ ഇങ്ങനെ റാഗിപ്പുട്ട് ഉണ്ടാക്കാറില്ല, ചെമ്പാവരി പുട്ടാണ്ട് ഉണ്ടാക്കണം. അത് തീർന്നു പോയത് കൊണ്ടിട്ട് ഞാൻ കാണിച്ചില്ല. പിന്നെ അപ്പം ഉണ്ടാകും, ഇടിയപ്പം പൊറോട്ടയും ഉണ്ടാകാറുണ്ട്. ഇടിയപ്പം പൊറോട്ടയും ഞങ്ങൾ പുറത്തുനിന്നാണ് കേട്ടോ വരുത്തുന്നത്. പിന്നെ ഇതേ ഇഡ്ഡലിക്കും ദോശക്കൊക്കെ ഉള്ള സാമ്പാറാണ് ഇതിട്ടാ. അപ്പം ഞാനിത് വെറുതെ ഒന്ന് ഇളക്കി കൂട്ടി കാണിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. ഇത് ഉണ്ടാക്കിയതൊന്നും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയൊന്നുമില്ല. പിന്നെ നമ്മൾ രാവിലത്തേക്ക് കടി ഉണ്ടാക്കിയത് 2 സൈസ് കടി ഉണ്ടാക്കുള്ളൂ കേട്ടോ. അപ്പോൾ പരിപ്പുടയും പഴംപൊരിയായിരുന്നു. അപ്പം അതിന് ശേഷം ഉച്ചക്കലത്തേക്കുള്ള ചോറ് ഊറ്റണതാണ്. ചേട്ടനും എൻ്റെ അനിയത്തേക്ക് ഉണ്ട്. അപ്പുറം ഇപ്പുറമൊക്കെ ഇന്ന് അനിയത്തോടെ പപ്പടം വറക്കണേ. അവൾ എന്നോട് പറഞ്ഞു കാണിക്കണ്ട, എന്നെ കാണിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടനും ചോറ് ഊറ്റണതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ അവരൊക്കെ പറയണ ഇത് തുടങ്ങിയിട്ടുണ്ട് വീഡിയോ എടുക്കലെന്നും പറഞ്ഞുകൊണ്ട് എന്നെ കളിയാക്കി ചെയ്യും കേട്ടോ. അതിന് ശേഷം നമ്മൾ തൂക്കിലൊക്കെ കറിയാക്കി. അപ്പോൾ ചൂട് സാമ്പാർ, മീൻചാറ് എല്ലാ ദിവസവും ഉണ്ടാകുന്ന വെച്ചാൽ എല്ലാവർക്കും മീൻചാറ് വേണം. പിന്നെ അച്ചിങ്ങുളത്തിയത്, പിന്നെ എന്തെന്നാണ് വെള്ളരിക്കയും മറ്റേ മുരിങ്ങാക്കോലും ചക്കക്കുരുവൊക്കെ ഇട്ടുള്ള ഒരു കറി, പിന്നെ രസം, ചൂട് രസം കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നു നെല്ലിക്ക ചമ്മന്തി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, പപ്പടം. ഇതാണ് നമ്മുടെ ഊണിൻ്റെ കറികൾ. സ്പെഷ്യലായിട്ട് പിലോപ്പി എരി വറുത്തത്, ഇത് ബിരിയാണിയുടെ മസാല ഉണ്ട് ഇത്. പിന്നെ അതേ നമ്മുടെ ചിക്കൻ റോസ്റ്റ്, പെപ്പർ ചിക്കൻ റോസ്റ്റാണ്. പിന്നെ ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇളക്കി കൂട്ടിയൊക്കെ ഒന്ന് കാണിച്ചു തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കണമൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട്, വീഡിയോ കാണാത്തവരൊന്ന് കാണുക. പിന്നെ നമ്മുടെ കൊഴുവ് വറുത്തത്, ചേള, അയില വറുത്തത്, ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ.